ഹലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ ഇലക്ട്രോണിക് സ്പെസിഫിക്കേറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫ്രീ ഇലക്ട്രോൺ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മെറ്റൽസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർലി മോഡലായിരുന്നു. മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ആദ്യകാല മോഡലായിരുന്നു ഫ്രീ ഇലക്ട്രോൺ മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. അതിൽ വാലൻസ് ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, അതായത് ഇലക്ട്രോൺസ് ഫ്രീലി മൂവിങ് ആണ്. ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സീറോ പൊട്ടൻഷ്യൽ ഇലക്ട്രോൺസ് കോൺസ്റ്റന്റ്ലി ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു പാർട്ടിലിന്റെ ബോക്സ് സിറ്റുവേഷൻ പോലെ ആയിരിക്കും അതിൽ ഇലക്ട്രോൺസ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നമ്മൾ സോൾവ് ചെയ്തത് നമ്മൾ അതിന് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു, എനർജി കണ്ടുപിടിച്ചു, അപ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി. പിന്നെ ഈ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിൽ ആദ്യത്തേന്ന് ഇലക്ട്രോണിക് സ്പെസിഫിക്കേറ്റ് അതിനെ സക്സസ്ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്തു. പിന്നെ അടുത്ത സക്സസ് ആണ് ഈ മോഡലിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഈ മോഡലിനെ വളരെ സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, സോ നമുക്കറിയാം ഒരു മെറ്റലിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഈ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ കൺസിഡർ ചെയ്തതനുസരിച്ചിട്ട് അത് വെറുതെ നിൽക്കല്ല, അതെന്താണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷനിലാണ്. സോ ഈ കോൺസ്റ്റന്റ് ആയിട്ട് മോഷനിലാണെങ്കിൽ കൂടി ഒരു മെറ്റൽ നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ കറണ്ട് ഉണ്ടാവില്ല അല്ലെ. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണമാണ്, മോഷൻ കാരണമാണ് കറണ്ട് ഉണ്ടാവുന്നത്. പക്ഷേ ഒരു മെറ്റൽ നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ കറണ്ട് ഉണ്ടാവില്ല. ഈവൻ ദോ ദർ ഈസ് മോഷൻ ഓഫ് ഇലക്ട്രോൺ കൊണ്ട് മൂവ് ഉണ്ടെങ്കിൽ കൂടി ഒരു ഇലക്ട്രോൺ ഒരു മെറ്റൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. അതിന് കറണ്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ അതിലൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കണം അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മളൊരു മെറ്റൽ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട് വിചാരിക്കും, ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഒക്കെ റാൻഡം മോഷനിലാണ് ഉണ്ടാവുക. റാൻഡം മോഷനിലാകുമ്പോൾ എന്ത് ചെയ്യും? അങ്ങോട്ട് അത് കൊളൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷേ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡയറക്ഷൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് സംഘടിച്ച് എന്ത് ചെയ്യും? ഒരൊറ്റ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എല്ലാ ഇലക്ട്രോൺസും എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്തുണ്ടായിരിക്കും? ഒരു ഡയറക്ഷണൽ കറന്റ് ഫ്ലോ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ഒരു മെറ്റൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവാത്ത കറന്റ് ഫ്ലോ ഉണ്ടാവാത്തത്. കാരണം അതിൽ ഡയറക്ഷണൽ ഫ്ലോ ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തായിരിക്കും? കറന്റ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? കറന്റ് ഫ്ലോ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിന്റെ മോഷനെ അത് മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തിരുന്ന ഇലക്ട്രോണിനെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ ഡയറക്ഷനെ മോഡിഫൈ ചെയ്തിട്ട് അതെന്ത് ചെയ്യും? ഒരു പ്രത്യേക തരം വെലോസിറ്റിയിൽ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഒരൊറ്റ ഡയറക്ഷനിൽ മൂവ് സംഭവിക്കും. ഓക്കെ, ആൻഡ് ദിസ് വെലോസിറ്റി ഈസ് നോൺ ആസ് ദി ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിനാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി അറ്റ് വിച്ച് ദി ഇലക്ട്രോൺസ് undergo a drag motion under the influence of electric field. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇലക്ട്രോൺസ് ഒരു ഡ്രാഗ് ഫോഴ്സ്, അതായത് അതിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ്, ഒരു ഡയറക്ഷനിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന പോലെ ഉണ്ടാവുക. സോ ഈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന മോഷൻ ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് നമ്മൾ വിളിക്കുക, നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, സോ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ഇ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇ അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന്റെ ചാർജ് സ്മോൾ ഇ ആണെന്ന് വിചാരിക്കുക. സോ ഇലക്ട്രോണിന്റെ മേലെ എഫക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഇ ക്യാപിറ്റൽ ഇ ആയിരിക്കും. ഓക്കെ, so F is equal to MA എന്ന് കൊടുക്കുക. MA is equal to E. Okay, therefore A is equal to the E divided by M. Okay, so ഇതാണ് ഇലക്ട്രോണിന്റെ എന്താ വരിക? ആക്സിലറേഷൻ വരിക. സോ ഈ ഇക്വേഷന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ VD എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന എന്ത് ചെയ്യും? അതിന്റെ ആക്സലറേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ആക്സലറേഷൻ കൂടുന്നു. ഓക്കെ, സോ ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വെരി ഹൈ വാല്യൂ ദെൻ ആക്സലറേഷൻ മസ്റ്റ് ഗോസ് ടു ഇൻഫിനിറ്റി അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ വളരെ ഹൈ ആണെങ്കിൽ ആക്സലറേഷൻ എന്തായിക്കണം? ഇൻഫിനിറ്റിക്ക് പോകണം. ആക്സലറേഷൻ ഇൻഫിനിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താവണം? ഇൻഫിനിറ്റിക്ക് പോകണം. പക്ഷെ അങ്ങനെയല്ല ആക്ച്വൽ സിറ്റുവേഷൻ നടക്കുന്നത്. ആക്ച്വൽ സിറ്റുവേഷൻ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷെ അപ് ടു എ പെർട്ടിക്കുലർ വാല്യൂ വരെ മാത്രം എന്ത് ചെയ്യുള്ളൂ? അത് ഇൻക്രീസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക ചെയ്യും. അല്ലാതെ ആക്സലറേഷൻ എന്ത് ചെയ്യില്ല? ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യില്ല.
ഓക്കെ. സോ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഇൻഫിനിറ്റിക്ക് പോകണം. പക്ഷേ ജനറൽ പ്രാക്ടിക്കൽ കേസിൽ നടക്കണം വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്യും. പക്ഷേ അപ് ടു പെർട്ടിക്കുലർ വാല്യൂ വരെ മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ. ആ വാല്യൂ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, ആക്സിലറേഷൻ 0 ആയിട്ട് മാറും. ഓക്കെ. സോ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ ഹൈ വെലോസിറ്റി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ വല്ലാണ്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിലുള്ള കൊളീഷൻസിന്റെ എണ്ണം കൂടും. കൊളീഷൻ പറഞ്ഞാൽ ഇലക്ട്രോൺസ് തമ്മിലുള്ള കൊളീഷനും അതുപോലെ തന്നെ അതിലുള്ള ഇംപ്യൂരിറ്റിയും മറ്റുള്ള എന്താ പറയുക ലാറ്റിസ് ഇംപെർഫെക്ഷൻ ഒക്കെ ആയിട്ടുള്ള കൊളീഷന്റെ റേറ്റും കൂടും. കൊളീഷന്റെ റേറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ദർ ആക്ട്സ് ആൻ ഓപ്പോസിറ്റ് ഫോഴ്സ്. ഈ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ. സോ ഈ ഫോഴ്സ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ വെലോസിറ്റി ഒരു പെർട്ടിക്കുലർ വാല്യൂവിന്റെ അപ്പുറം ഇൻക്രീസ് ചെയ്യാത്തത്. ഓക്കെ. സോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ഇലക്ട്രോൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ വല്ലാണ്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, പെർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും ഇതിന്റെ ഉള്ള കൊളീഷന്റെ റേറ്റ് വല്ലാണ്ട് കൂടിയിട്ട് ഇതിനൊരു ഒപ്പോസിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. ആൻഡ് ദിസ് ഒപ്പോസിംഗ് ഫോഴ്സ് നമ്മൾ റെസിസ്റ്റിംഗ് ഫോഴ്സും ഒപ്പോസിംഗ് ഫോഴ്സും എന്ത് വേണമെങ്കിലും മേടിക്കാം. നമുക്ക് അതിന് FR എന്ന് കൊടുക്കാം. ആൻഡ് FR ഇസ് ഈക്വൽ ടു -1/τ mvd ആണ് കിട്ടുക. ദാറ്റ് ഈസ് -1/τ mvd. ഓക്കെ. റെസിസ്റ്റൻസ് ഫോഴ്സും അതുപോലെ തന്നെ റിയാക്ഷൻ ഫോഴ്സും എന്തുകൊണ്ടായാലും വിളിക്കാം, എന്തായാലും കുഴപ്പമില്ല. മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫോഴ്സ് മൂലം ഉണ്ടാവുന്ന ഇലക്ട്രോൺസിനുള്ള ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇതിൽ ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സക്സസീവ് കൊളീഷന്റെ ഇടയിൽ ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന ദൂരത്തിൽ നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയാം. പിന്നെ VD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ മാസിനാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. സോ ഇത് ഇലക്ട്രോണിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സിന്റെയും ഈ ഫോഴ്സിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. സോ ഈ ഫോഴ്സ് മാത്രമാണെങ്കിൽ ഈ ഫോഴ്സ് മാത്രമാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആക്സിലറേഷൻ ഇൻഫിനിറ്റിക്ക് എത്തിയതിന്. പക്ഷേ അവിടെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ഫോഴ്സിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ആ ആക്സിലറേഷൻ ഇൻഫിനിറ്റിയിലേക്ക് എത്താത്തത്. ഫോർ ഈ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് F1 എന്ന് നോക്കാം. ഇറ്റ് വിൽ കോമ്പിനേഷൻ ഓഫ് F1 പ്ലസ് FR ആയിരിക്കും. ദാറ്റ് ഈസ് EE മൈനസ് 1/τ mvd. ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് വരിക. ഓക്കെ. സോ നമുക്ക് നേരത്തെ പോലെ തന്നെ MA എന്ന് കൊടുക്കാം. MA is equal to EE മൈനസ് 1/τ mvd. ഏക്ക് എന്ന് നോക്കാം, വെലോസിറ്റി ഡിഫറൻഷ്യൽ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് M into dvd divided by dτ EE minus 1/τ mvd. ഓക്കെ. സോ ഇതാണ് എന്തുണ്ടാവുക, ആക്ച്വലി ആയിട്ട് ഇലക്ട്രോണിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ വരിക. ഓക്കെ. സോ ഈ ഇക്വേഷനിൽ ഇവിടെ അപ്ലൈ ആക്സിലറേഷൻ ടേം ഒക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഈ രണ്ട് ഫോഴ്സുകൾ ബാലൻസ് ചെയ്യുന്നത് വരെയാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ആക്സിലറേഷൻ ടേം പ്രസന്റ് ആവുള്ളൂ. ഓക്കെ. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യും. പക്ഷെ ഏത് വരെയാണ് ആക്സിലറേറ്റ് ചെയ്യുക, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ രണ്ട് ഫോഴ്സ് ബാലൻസ് ആവുന്നത് വരെയാണ് എന്ത് ചെയ്യുള്ളൂ, ആക്സിലറേറ്റ് ചെയ്യുള്ളൂ. ഈ രണ്ട് ഫോഴ്സ് ബാലൻസ് ആയി കഴിഞ്ഞാൽ A എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. A 0 ആകുമ്പോൾ എന്തായിരിക്കും, ഡ്രിഫ്റ്റ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ഓക്കെ. സോ ദി ഇലക്ട്രോൺ ആക്സിലറേറ്റ് അണ്ടിൽ ദി ടു ഫോഴ്സസ് ഗെറ്റ്സ് ബാലൻസ്. രണ്ട് ഫോഴ്സ് ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് ഫോഴ്സ് ഒരേപോലെ ആവുന്നത് വരെ മാത്രമാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുള്ളൂ, ആക്സിലറേറ്റ് ചെയ്യുള്ളൂ. രണ്ട് ഫോഴ്സും ബാലൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കും ആക്സിലറേഷൻ 0 ആയിട്ട് മാറും. സോ രണ്ട് ഫോഴ്സും ബാലൻസ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ ആക്സിലറേഷൻ 0 ആയി. ആക്സിലറേഷൻ 0 ആയി മീൻസ് നമ്മുടെ വെലോസിറ്റി എന്തായി, കോൺസ്റ്റന്റ് ആയി. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി കോൺസ്റ്റന്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. സോ ഇതിൽ എന്ത് ചെയ്യുക, A = 0 കൊടുക്കുക. A = 0 കൊടുക്കുമ്പോൾ EE മൈനസ് 1/τ mvd. സോ ഈ ടൈമിന് പുറത്ത് കൊടുക്കുക. 1/τ mvd is equal to EE. Therefore VD is equal to EE τ divided by M. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലുള്ള ഇക്വേഷൻ വരും. ഓക്കെ. സോ ഈ കോൺസ്റ്റന്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലാണ് എന്തുണ്ടാവുക, ഇലക്ട്രോൺസ് ഒരു പെർട്ടിക്കുലർ മെറ്റലിനകത്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കില്ല നമ്മൾ വഴി നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സിഗ്മയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന വളരെ സിമ്പിളാണ്. എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു
കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഒരു സിലിണ്ടറിക്കൽ മോഡലിലുള്ള സിലിണ്ടറിക്കൽ ഒന്നുമില്ല, ഏത് മോഡലും ആയിക്കോട്ടെ, നമുക്ക് സിലിണ്ടറിക്കൽ കൺസിഡർ ചെയ്യുക. സിലിണ്ടറിക്കൽ മോഡലുള്ള ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഓഫ് ലെങ്ത് അല്ലേ, യൂണിറ്റ് ലെങ്ത് ആണ് വിചാരിക്കുക. സോ 1 മീറ്റർ ലെങ്ത് ഉള്ള എന്താ പറയുക ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തിനായിരിക്കും ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതിലുള്ള ഒരു ചെറിയ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ സപ്പോസ് ഇതിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ക്യാപിറ്റൽ എൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഏരിയ ക്യാപിറ്റൽ എ ആണ്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി ഡി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കൂടെ പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കും, ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൽ ടു NaVd അല്ലെ. പെർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള യൂണിറ്റ് ഏരിയയിൽ കൂടെ പോകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. അതായത് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഏത് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. ഈ ക്രോസ് സെക്ഷനിൽ കൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കിട്ടും. ഓക്കെ, ഇനി ഈ ക്രോസ് സെക്ഷനിൽ കൂടെ മൂവ് ചെയ്യുന്ന ചാർജ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ കൂടെ ഇലക്ട്രോണിന്റെ കറന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ കൂടെ ചാർജ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അണ്ടർ ദി കൺസിഡറേഷൻ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കൂടെ മൂവ് ചെയ്യുന്ന ടോട്ടൽ കറന്റ് എന്തായിരിക്കും, I is equal to NaVd അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ചാർജ് ഈ കൂടി മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. അതിൽ എ എന്ന് പറയുന്ന ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്തു. വി ഡി എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലാണ് ഇ എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ എമൗണ്ട് പറഞ്ഞാൽ NaVd ആയിരിക്കും. ഓക്കെ ഓക്കെ, സോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ വി ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, വി ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ടോ ഡിവൈഡഡ് ബൈ എം. ഓക്കെ, ദാറ്റ് ഈസ് NaE ഉണ്ട്, ഇ സ്ക്വയർ ക്യാപിറ്റൽ ഇ ടോ ഡിവൈഡഡ് ബൈ എം എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, ബട്ട് ഓക്കെ നമുക്ക് വേണ്ടത് കറന്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. ജെസിക്കൽ കറന്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ബൈ വോളിയം ആണ്. അതായത് I ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് ചെയ്യുക. യൂണിറ്റ് ലെങ്ത് ആയ കാരണം ലെങ്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaE സ്ക്വയർ ഇ ടോ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എയും എയും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് NE സ്ക്വയർ ഇ ടോ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. ഓംസ് ലോ പ്രകാരം എന്താണ്, സിഗ്മ ഇസ് ഈക്വൽ ടു ജെ ഡിവൈഡഡ് ബൈ ഇ ആണ്. ഓക്കെ, therefore സിഗ്മ ഇസ് ഈക്വൽ ടു കിട്ടും ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NE സ്ക്വയർ ഇ ടോ ഡിവൈഡഡ് ബൈ ഇ ക്യാൻസൽ ചെയ്ത് എം ഉണ്ടല്ലോ. ഓക്കെ, ഒരു എം ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു NE സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം. ഇതാണ് നമുക്ക് കിട്ടുക ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു. അതിൽ കൂടെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടെ പാസ് ചെയ്യുന്ന കറന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. NaVd കിട്ടി, VDക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VDക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കറന്റ് ഡെൻസിറ്റി J കണ്ടുപിടിക്കുക. അപ്പോൾ കറന്റ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയന്റെ ലെങ്ത് ആണ്. യൂണിറ്റ് ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ലെങ്ത് നമ്മൾ നോക്കണില്ല. ഏരിയത്തെ എയും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി NE സ്ക്വയർ ഇ ടോ ഡിവൈഡഡ് ബൈ എം കിട്ടി. ഓംസ് ലോ പ്രകാരം സിഗ്മ ഇസിക്കൽ ജെ ബൈ ഇ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി NE സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം. ഈ സിഗ്മയിൽ നമുക്ക് വിളിക്കുക ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ടേം ആയിട്ടുള്ള സിഗ്മയാണ് ഇരിക്കുന്നത്. ഓക്കെ,
സോ ഇതിന് കിട്ടേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറെ രീതി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഇ ടോ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഇ നോക്കാം. ഇ ടോ ഡിവൈഡഡ് ബൈ എമ്മിനെ നമ്മൾ മ്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ സിഗ്മ ഇസ് ഈക്വൽ ടു എൻ മ്യൂ ഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലിറ്റിയാണ്, മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സ്. അപ്പോൾ ചാർജ് കാരിയേഴ്സിന്റെ മൊബിലിറ്റിയാണ് മ്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ ഒരു മെറ്റലിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻലി രണ്ട് കാര്യങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ കോൺസ്റ്റന്റ് ആണല്ലോ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി മ്യൂവിനെയും അതുപോലെ തന്നെ സ്മോൾ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഓക്കെ, സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം സ്മോൾ എന്നിനും അതുപോലെ തന്നെ മൊബിലിറ്റിനെയാണ് എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക. ആൻഡ് ഇറ്റ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഈ രണ്ട് ഫാക്ടർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയലില് ഇതിന്റെ ചേഞ്ചസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ എന്താ ചേഞ്ച് ചെയ്യുക, മ്യൂ ആയിരിക്കും എന്ത് ചെയ്യുക, ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് സ്ലോലി വേരി ചെയ്യുക. ഇപ്പോൾ സെമി കണ്ടക്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുന്നതായിരിക്കും. സ്മോൾ എൻ ആയിരിക്കും എന്ത് ചെയ്യുക, ടെമ്പറേച്ചറിനനുസരിച്ച് എക്സ്പോണൻഷ്യലി ചേഞ്ച് ചെയ്യുക. ഇൻസുലേറ്റർ എടുക്കുകയാണെങ്കിൽ അവിടെ മൊബിലിറ്റി മ്യൂക്കായിരിക്കും ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് വരിക. സോ ഓരോ മെറ്റീരിയലിൽ ഓരോ തരത്തിലായിരിക്കും എന്നും മ്യൂവും ചേഞ്ച് ചെയ്യുക. ആൻഡ് എന്നും മ്യൂ ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ എന്താ പറയുക മനസ്സിലാക്കുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് എൻ ആൻഡ് മ്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എന്താ പറയുക ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സർട്ടൻ മെറ്റീരിയൽ. സർട്ടൻ മെറ്റീരിയലിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ വേരിയേഷനിലുള്ള ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി, എന്നിന്റെ മ്യൂവിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഈക്വേഷന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ഇത്ര തന്നെയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ പറയാനുള്ളത്. പിന്നെ ഇതിനോട് സംബന്ധിച്ച് ഒരു ടോപ്പിക് കൂടി വരുന്നത് ദി വീഡ്മാൻ-ഫ്രാൻസ് ലോ. വീഡ്മാൻ-ഫ്രാൻസ് ലോ. ഓക്കെ, വീഡ്മാൻ-ഫ്രാൻസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇലക്ട്രോൺസ് മനസ്സിലായതല്ല, ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റിയുടെ ഒരു കാരിയർ ആണ് അല്ലെ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മാത്രമല്ല, വേറെ തരത്തിലുള്ള കണ്ടക്ടിവിറ്റി എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റിയും പ്രസന്റ് ആണ്. സോ ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് സിഗ്മ എന്ന് പറയുന്ന ഇക്വേഷൻ ഉള്ള പോലെ തെർമൽ കണ്ടക്ടിവിറ്റിക്കും ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും അല്ലെ. ആക്ച്വലി നമ്മളത് ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് അത് ഡിറൈവ് ചെയ്യാനില്ല, ആ ഇക്വേഷൻ ഡയറക്റ്റ് പഠിക്കുകയാണ്. സോ സിമിലർ ടു ദിസ്, ഈ ഏകദേശം ഇതേ സിമിലർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ കെ എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ്. ആൻഡ് കെ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ എൻ കെ സ്ക്വയർ ടി ടോ ഡിവൈഡഡ് ബൈ 3m. ഇതാണ് ഇലക്ട്രോൺസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാണ്, നമുക്ക് എന്തില്ല, ഇതിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻസ് അല്ല. ഓക്കെ, സോ സിഗ്മ കണ്ടുപിടിച്ചതുപോലെ തന്നെ സെയിം മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റും, ഇലക്ട്രോൺസിന് തെർമൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ കിട്ടും. അതാണ് പൈ സ്ക്വയർ എൻ കെ സ്ക്വയർ ടി ടോ ഡിവൈഡഡ് ബൈ 3m. ഇതിൽ എല്ലാം പറയുന്ന സാധനങ്ങളാണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എൻ കേട്ടോ. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്, മാസ് എന്താ പറയാ റിലാക്സേഷൻ ടൈം, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഒക്കെ അറിയുന്ന സാധനങ്ങളാണ്. സോ വീഡ്മാൻ-ഫ്രാൻസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റിയുടെയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും റേഷ്യോ ആണ് എന്ത് വീഡ്മാൻ-ഫ്രാൻസ് ലോ സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ കെ ആൻഡ് സിഗ്മ. സോ നമുക്ക് റേഷ്യോ എടുത്ത് നോക്കാം. റേഷ്യോ എടുക്കുമ്പോൾ കെ ഇസ് ഈക്വൽ ടു പൈ എൻ കെ സ്ക്വയർ ടി ടോ ഡിവൈഡഡ് ബൈ 3m ഇൻറ്റു ഇതിലെ എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. ക്യാൻസൽ ആയ എം ക്യാൻസൽ ആയി പോയി, എൻ ക്യാൻസൽ ആയി പോയി, ദെൻ ടോ ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുള്ളത്, പൈ സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3e സ്ക്വയർ ഇൻറ്റു ടി. ഇതാണ് നമുക്ക് കിട്ടുക. അതായത് ദി റേഷ്യോ ബിറ്റ്വീൻ തെർമൽ കണ്ടക്ടിവിറ്റി ടു ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഫോർ എനി മെറ്റീരിയൽ ഈസ് എ കോൺസ്റ്റന്റ്. ഏത് മെറ്റീരിയലിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എപ്പോഴും ഇതേ വാല്യൂ. ഇതിൽ ഈ പൈയും കെയും 3യും ഇയും ഒക്കെ എന്താണ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന സാധനം പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ ടി ആണ്. ഓക്കെ, സോ ഏത് മെറ്റീരിയലിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്, വീഡ്മാൻ-ഫ്രാൻസ് ലോ പറയുന്നത്.
ആൻഡ് ഈ കോൺസ്റ്റന്റ് വാല്യൂ ഈ പൈ സ്ക്വയർ കെ സ്ക്വയർ പറയുമ്പോൾ 3 സ്ക്വയർ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ദി ലോറൻസ് നമ്പർ. അതിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് വീഡ്മാൻ ഫ്രാൻസ് ലോ വരുന്നത്. വീഡ്മാൻ ഫ്രാൻസ് ലോ ഇത്രേ ഉള്ളൂ. തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റേഷ്യോ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്, വേറെ ഒന്നും എന്ത് ചെയ്യണില്ല, അത് ഡിപ്പെൻഡ് ചെയ്യണില്ല. ഓക്കെ, വീഡ്മാൻ ഫ്രാൻസ് ലോ എസ് ചോദിക്കാറുണ്ട്. സോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സിഗ്മ ഡിറൈവ് ചെയ്യുക, കെയുടെ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതുക, ഡയറക്റ്റ് വീഡ്മാൻ ഫ്രാൻസ് ലോ എത്തുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.